പ്രതിപക്ഷത്തെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാനില്ല എന്നിവരെ വാർത്തകൾ വരികയാണ്. പാർലമെന്റിൽ മുഴുവൻ സമയം ഉണ്ടാകുകയും പ്രതിപക്ഷത്തിൻ്റെ എന്നു മാത്രമല്ല ഓരോ അംഗങ്ങളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നത് ആഭ്യന്തരമന്ത്രിയാണെന്നിരിക്കെ അതിന് തയ്യാറാകാതെ ഒളിച്ചിരിക്കുന്നത് ഇനിയും വെച്ചുപൊറിപ്പിക്കാനാകില്ല എന്നുള്ളതാണ് സഹികെട്ടുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് തന്നെ പറയേണ്ടി വന്നത്. അതായത് ആഭ്യന്തരമന്ത്രിയെ കാണാനില്ല എന്ന വാർത്ത കാട്ടുതീ പോലെ രാജ്യത്തുടനീളം അലയടിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സഭയിലേക്ക് വിളിപ്പിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ അസാധാരണ നടപടിയുമായി രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി അത് മാറിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് സഭയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നും പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വികാരം മാനിക്കണമെന്നും അത് കണ്ടില്ല എന്ന് നടിക്കാനാകില്ലെന്നും ഉപരാഷ്ട്രപതി അന്ത്യശാസനം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചത് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാണ് ഇന്ത്യ മുന്നണി ഒന്നിച്ചാവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ മണ്ഡല പുനർനിർണയ ബില്ല് കൊണ്ടുവരാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുന്നു. എന്നിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി തന്നെയാണ് BJP സർക്കാരിൽ വരുത്തിയിട്ടുള്ളത്. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കാനോ വർഷകാല സമ്മേളനത്തിൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനോ ഉദ്ദേശമില്ല എന്ന് കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഒക്കെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ വിടവ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലീസ് നടപടിയെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സമരക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണും ലാത്തിയും പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 20-ാം തീയതി നടന്ന വിദ്യാർത്ഥി മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ ആഭ്യന്തരമന്ത്രി മാപ്പ് പറയുക, അതുപോലെ വിദ്യാർത്ഥികൾക്കെതിരായ ബലപ്രയോഗത്തിൽ അമിത്ഷാ നേരിട്ട് സഭയിൽ വിശദീകരണം നൽകുക, അതുപോലെ ആ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ആവശ്യപ്പെടുന്നത്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങളിലും വിഷയമുന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. ചോദ്യങ്ങളോടുള്ള സർക്കാരിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സമീപനത്തെ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രതിപക്ഷ നേതാവായി രാജ്യസഭയിലുള്ള മല്ലികാർജുൻ ഖർഗെയും അതിശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. സഭയിൽ ചർച്ചകളിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ള ആരോപണവും ഒരു സത്യമായി മാറുകയാണ്. ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് രാജ്യസഭയിൽ അസാധാരണ നീക്കമുണ്ടായിരിക്കുന്നത് അതിനിടയിലാണ്. അത് മോദി ഭരണത്തിൻ്റെ ശോഭ കെടുത്തി എന്നു തന്നെ പറയേണ്ടി വരും.